മനുഷ്യനേക്കാൾ സ്വാർത്ഥതയുള്ള മറ്റാരുമില്ല ഈ ലോകത്ത്. അവർ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകൾ മറക്കുന്നു. അവർ നിങ്ങളെ വെറുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഗുണങ്ങൾ മറക്കുന്നു. എല്ലാം വെട്ടിത്തുറന്ന് പറയുകയും എല്ലാവരുമായി പങ്കുവയ്ക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ചേർത്തു പിടിക്കാൻ കൈകൾ തന്നെ വേണമെന്നില്ല. സ്നേഹത്തോടെ പറയുന്ന ഓരോ വാക്കും ഓരോ ചേർത്തുപിടിക്കലുകളാണ്. അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുന്നില്ല. നിങ്ങൾ വാതിലുകൾ കണ്ടെത്തി തുറക്കുമ്പോഴാണ് അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. നമുക്ക് വേണ്ടി മറ്റൊരാൾ കണ്ടെത്തുന്ന സമയമാണ് നമുക്ക് അയാൾ കൽപ്പിക്കുന്ന മൂല്യം. നമ്മുടെ പുരോഗതിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് വേദനിപ്പിച്ചവരെ അവഗണിക്കുക എന്നതാണ് കൂടുതൽ ഉത്തമം. എത്ര ചവിട്ടി മെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും. ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മതി, സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും നമ്മെ തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ. ജീവിതം വളരെ ലളിതമാണ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. തമാശയായിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ആരെയും തരം താഴ്ത്തി സംസാരിക്കരുത്. മുഖഭാവത്തിൽ അവർ പ്രകടമാക്കിയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും. അനുകമ്പ ഉള്ളവരായിരിക്കുക. മറ്റുള്ളവരുടെ വേദനകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കുവാൻ എപ്പോഴും തയ്യാറാവുക. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വേദനകളിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടി വരും. സ്വപ്നം കാണുക, അത് യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കുക. വിജയത്തിലേക്കുള്ള ഊർജം നൽകുന്നത് സ്വപ്നങ്ങൾ തന്നെയാണ്. നിങ്ങൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടും അഭിമുഖീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതം വളരെ എളുപ്പമാണ്. മറിച്ച് നിങ്ങൾ അത്യാഗ്രഹത്തിലും സ്വപ്ന ലോകങ്ങളിലും മാത്രം ജീവിക്കുകയാണെങ്കിൽ ജീവിതം വളരെ കാഠിന്യമേറിയതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഒരൊറ്റ വ്യക്തിയായി തന്നെ തുടരുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് മുഖംമൂടികൾ അണിയാതിരിക്കുക. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരെയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവരെയും ഒരിക്കലും മറക്കരുത്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കെപ്പോഴും ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. ജീവിതത്തിൽ ഒന്നിനും അധികം കാത്തിരിക്കരുത്. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ ജീവിതം കടന്നു പോകും. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും. താങ്ങി നിർത്താൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ വേണം നാം ജീവിക്കേണ്ടത്. എങ്കിൽ മാത്രമേ തകർന്നു പോകുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് തളർന്ന് വീഴാതിരിക്കാൻ കഴിയൂ. ഇന്നലകളിലെ നഷ്ടങ്ങളെക്കുറിച്ച് നിരാശപ്പെടേണ്ട. നാളത്തെ അവസ്ഥയെക്കുറിച്ച് വ്യാകുലപ്പെടുകയും വേണ്ട. ഇന്ന് നാം സന്തുഷ്ടരാണോ എന്നതിലാണ് കാര്യം. നമുക്ക് ആഗ്രഹങ്ങൾ എന്തിനോടുമാകാം. പക്ഷെ നമുക്ക് അർഹിക്കുന്നത് മാത്രം ആഗ്രഹിച്ചാൽ തീരാവുന്നതേയുള്ളൂ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും.